ബി.ജെ.പി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം രാഷ്ട്രീയപരമായി ആയുധമാക്കാൻ ശ്രമിച്ചപ്പോൾ ബി.ജെ.പി. വീണുപോയത് അവരുടെ നേതാവായ സി കൃഷ്ണകുമാറിന് മുമ്പിൽ. സി കൃഷ്ണകുമാറിനെതിരെ യുവതി ലൈംഗിക ആരോപണവുമായി മുന്നോട്ട് വന്നു. മാത്രമല്ല, ബി.ജെ.പി. നേതാക്കളിൽ പലരും ഇപ്പോൾ ലൈംഗിക ആരോപണ ഭീതിയിലാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളിൽ 3 പേരെങ്കിലും ലൈംഗിക ആരോപണത്തിൽ പെടും എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഈ ലൈംഗിക ആരോപണങ്ങൾ കൊണ്ട് ബി.ജെ.പിയെ തകർത്തത് പണ്ടത്തെ ബി.ജെ.പിക്കാരനായ സന്ദീപ് വാര്യർ തന്നെയാണ്. ബി.ജെ.പിയുടെ നേതാക്കളുടെ രഹസ്യമെല്ലാം അടപടലം മൂടി പുറത്തേക്കിടുകയാണ് സന്ദീപ് വാര്യർ. പാലക്കാട്ടെ ബി.ജെ.പി. നേതാവ്, ബി.ജെ.പിയുടെ വലിയ നേതാവ് സി കൃഷ്ണകുമാർ ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം വന്നപ്പോൾ CPM-നേക്കാൾ തിളച്ചു നിന്നത് ബി.ജെ.പി. ആയിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് കാളയൊക്കെ കൊണ്ടുപോയി ബി.ജെ.പി. അങ്ങ് സ്കോർ ചെയ്തു. പിന്നീടാണ് CPM-ന് ബോധോദയം വന്നത്. അവരും ബി.ജെ.പിയെ തകർക്കുന്ന വിധത്തിൽ സ്കോർ ചെയ്ത് നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ ബി.ജെ.പി. നേതാക്കളുടെയും രഹസ്യങ്ങൾ, അവരുടെ അഗമ്യ ഗമനങ്ങൾ ഒക്കെ പുറത്തുവിട്ടിരിക്കുന്നു സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യറാണ് ഇപ്പോൾ കോൺഗ്രസിലെ കിങ് മേക്കർ. വളരെ പെട്ടെന്നാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവായി മാറിയത്. പക്ഷേ വെറുതെയല്ല അദ്ദേഹം നേതാവായി മാറിയത്. കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ കിങ് മേക്കറാകാൻ കഴിയുമെന്ന് സന്ദീപ് വാര്യർ തെളിയിച്ചിരിക്കുന്നു. നാണം കെട്ട കളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത് എന്നുള്ളത് സത്യം. പക്ഷേ ബി.ജെ.പി. നേതാക്കളുടെ പെൺപിടുത്ത കഥകളുമായി നാളത്തെ പത്രങ്ങൾ പുറത്തിറങ്ങും, നാളത്തെ മാധ്യമങ്ങൾ ആഘോഷിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. CPM-ന് നേർക്ക് VD സതീശൻ വലിയൊരു ബോംബ് പൊട്ടാൻ പോണെന്ന് പറഞ്ഞിരുന്നു. ബോംബ് ഇതുവരെയ്ക്കും പൊട്ടിയിട്ടില്ല. അത് പൊട്ടാസാണോ ഓലപ്പടക്കമാണോ ബോംബാണോ എന്നുള്ളത് ഇനി കണ്ടേ അറിയാൻ പറ്റും. എന്തായാലും 3 പാർട്ടിക്കാരും അന്യോന്യം മുഖത്തോട് മുഖം നോക്കി ലൈംഗിക ആരോപണം ഉന്നയിക്കുകയാണ്. ആരാണ് അതിൽ മിടുക്കരെന്നുള്ളത് ഇനി തിരക്കിയാൽ മതി. സന്ദീപ് വാര്യർ സ്കോർ ചെയ്തു. ബി.ജെ.പി. നേതാക്കളുടെ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം പുറത്തുവിടും എന്നുള്ളതാണ് സന്ദീപ് വാര്യറിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയ റിപ്പോർട്ട്. അതിലൂടെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വലിയൊരു ശക്തിയായി മാറുകയാണ്. ബി.ജെ.പി. വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ ബി.ജെ.പി. ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നു. ബി.ജെ.പി. വിട്ട് കോൺഗ്രസിൽ ചേർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ വലിയൊരു ശത്രുവായി കണ്ടിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസ് സകലവിധ പ്രൊട്ടക്ഷനും നൽകിയെന്നും ശ്രദ്ധേയം. അല്ലെങ്കിൽ ബി.ജെ.പിക്കാർ വഴിയിലിട്ട് അടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സന്ദീപ് വാര്യർ രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുകയാണ്. ബി.ജെ.പിയെ ഒന്നുകിൽ നാണം കെടുത്തുക, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തുരത്തി ഓടിക്കുക. ഈ 2 അജണ്ടയാണ് സന്ദീപ് വാര്യരുടെ പക്ഷമെന്ന് തോന്നുന്നു. സി കൃഷ്ണകുമാർ പറഞ്ഞത് താൻ യുവതിയെ പീഡിപ്പിച്ചിട്ടില്ല, അത് വസ്തുതർക്കമാണ്, കുടുംബപരമായ വസ്തുതർക്കമാണെന്ന്. ഈ കുടുംബമായിട്ട് വസ്തുതർക്കമുള്ള കാര്യത്തിന് പീഡനം ആരെങ്കിലും ഏതെങ്കിലും യുവതി പറയൂ? കൃഷ്ണകുമാർ എന്താണ് പറയുന്നതെന്ന് കൃഷ്ണകുമാറിന് പോലും അറിയില്ല. രാജീവ് ചന്ദ്രശേഖർ ആപ്പിലാണ്. ഒരു രാഹുൽ മാങ്കൂട്ടത്തിലല്ല കേരളത്തിലുള്ളത്. 2 പാർട്ടികളിലും രാഹുൽ മാങ്കൂട്ടത്തിൽമാർ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് ജനത്തിനൊന്നേ പറയാനുള്ളൂ, കണ്ണേ മടങ്ങുക എന്നുള്ളത് മാത്രമേ ജനത്തിന് പറയാനുള്ളൂ. കഷ്ടമാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ കാര്യം. എന്തായാലും സന്ദീപ് വാര്യർ സ്കോർ ചെയ്തിരിക്കുന്നു. സി കൃഷ്ണകുമാറിനെതിരെ ഇനിയും ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് സന്ദീപ് വാര്യരുടെ ഗ്രൂപ്പിൽ നിന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഒരു യുവതി മാത്രമല്ല, പല യുവതികൾ ഇനി വരും. മാത്രമല്ല, ബി.ജെ.പി. നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സന്ദീപ് വാര്യർ മുന്നോട്ട് പോകുന്നു. പല ബി.ജെ.പി. നേതാക്കളും പെണ്ണ് കേസിൽ ദുർബലരാണ്. മനുഷ്യരല്ലേ, ദുർബലരായി പോകും. ഇതിൻ്റെയൊക്കെ രഹസ്യങ്ങളുടെ താക്കോലിരിക്കുന്നത് സന്ദീപ് വാര്യരുടെ കയ്യിലാണ് എന്നുള്ളതാണ് ബി.ജെ.പിയെ അസ്വസ്ഥമാക്കുന്ന കാര്യം. സന്ദീപ് വാര്യരുടെ കയ്യിലാണ് ഇതിൻ്റെയൊക്കെ താക്കോൽ. അത് ബി.ജെ.പിയെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും.